ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPLൽ 39 കളികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതായത് 70 മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്ത IPLൽ 55% കളികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. പകുതി പിന്നിട്ടു എന്നർത്ഥം. മുംബൈ ഇന്ത്യൻസും അതേപോലെ PBKസും ഒഴികെയുള്ള എല്ലാ ടീമുകളും 8 കളികൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ഇന്ന് PBKസിന് മത്സരമുണ്ട് താനും. ഏതായാലും നിലവിൽ എല്ലാ ടീമുകളുടെയും പ്ലേ ഓഫ് സാധ്യത എങ്ങനെയാണ്? ഓരോ ടീമിനും ടോപ്പ് 4ലേക്ക് എത്താൻ ഇനി എന്താണ് വേണ്ടത്? എത്ര വിജയങ്ങൾ വേണം? എത്ര കളികൾ തോറ്റാൽ ചില ടീമുകൾ പുറത്താവും? എല്ലാവരുടെയും ജസ്റ്റ് വിശദ വിവരങ്ങൾ പരിശോധിക്കാം. ഏതായാലും പഞ്ചാബ് കിങ്സും RCBയും ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. യെസ്, അവർ ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലേക്കൊന്നും എത്തിയിട്ടില്ല. ബട്ട് ഇനി അവർ പ്ലേ ഓഫിലേക്ക് എത്താതിരിക്കണമെങ്കിൽ മഹാ അത്ഭുതങ്ങൾ സംഭവിക്കണം. കാരണം ഈ രണ്ട് ടീമുകൾക്കും ഇനി പ്ലേ ഓഫിലേക്ക് എത്തുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ജസ്റ്റ് 2-3 വിജയങ്ങൾ മാത്രം മതിയാവും. പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്ത് നിൽക്കുന്ന LSGയിലേക്ക് വരികയാണെങ്കിൽ അവർ 8 കളികളിൽ നിന്നാണ് വെറും 4 പോയിന്റ് മാത്രമായി 10ാം സ്ഥാനത്ത് നിൽക്കുന്നത്. സോ ഇനി അവർക്ക് ബാക്കിയുള്ളത് 6 കളികളാണ്. യെസ്, ഇനി ബാക്കിയുള്ള എല്ലാ കളികളും വിജയിച്ചാൽ അവർക്ക് 16 പോയിന്റ് ലഭിക്കും. പക്ഷേ LSGയുടെ നിലവിലെ കളികളൊക്കെ കാണുമ്പോൾ ഇനി എല്ലാ കളികളും പോയിട്ട് അവർ 2-3 കളികളെങ്കിലും വിജയിക്കണമേ എന്ന് തന്നെയായിരിക്കണം LSG ആരാധകർ ആഗ്രഹിക്കുന്നത്. ഏതായാലും അവരിപ്പോൾ ഓൾമോസ്റ്റ് ഔട്ടായി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരൊറ്റ കളി പരാജയപ്പെട്ടാൽ പോലും പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ തോതിലുള്ള മങ്ങലേൽക്കും. 9ാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ് ഉള്ളത്. ഇനിയും അവർക്ക് 7 കളികൾ ബാക്കിയുണ്ട്. എല്ലാ മത്സരങ്ങളും വിജയിക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിന് എളുപ്പത്തിൽ പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ ഒരൊറ്റ കളി പരാജയപ്പെട്ടാൽ 16 പോയിന്റുകളാണ് ലഭിക്കുക. 2 കളി പരാജയപ്പെട്ടാൽ വലിയ തോതിൽ അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾക്കും മങ്ങലേൽക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. MIക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും തിരിച്ചു വരാൻ ഇനി സാധിക്കുമോ? അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. KKRലേക്ക് വരികയാണെങ്കിൽ അവർക്ക് 8 കളികളിൽ നിന്ന് 5 പോയിന്റാണുള്ളത്. ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കുകയാണെങ്കിൽ KKRനും മറ്റുള്ള ടീമുകളുടെ റിസൾട്ട് ഒന്നും ആശ്രയിക്കാതെ പ്ലേ ഓഫിലേക്ക് ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിയും. പക്ഷേ ഒരൊറ്റ കളി പരാജയപ്പെട്ടാൽ മറ്റുള്ള ടീമുകളുടെ റിസൾട്ടിനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ KKRന് മുന്നോട്ടുള്ള പോക്ക് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. KKRന്റെ കാര്യവും വളരെ അവതാളത്തിലാണെന്ന് തന്നെ പറയേണ്ടി വരും. 7ാം സ്ഥാനത്തും 6ാം സ്ഥാനത്തും നിൽക്കുന്ന ടീമുകൾ ഡൽഹി ക്യാപിറ്റൽസും CSKയുമാണ്. ഈ രണ്ട് ടീമുകൾക്കും 6 പോയിന്റാണുള്ളത്. 8 കളികൾ കളിച്ചിട്ട് 3 വിജയവും 5 പരാജയവും. ഇന്നലെ RCBയോട് ഡൽഹി ക്യാപിറ്റൽസ് വമ്പൻ പരാജയം തന്നെയായിരുന്നു ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അവരുടെ നെറ്റ് റൺ റേറ്റിനും വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ രണ്ട് ടീമുകൾക്കും ഇനി ബാക്കിയുള്ളത് 6 കളികളാണ്. അതിൽ 6ലും വിജയിച്ചാൽ ഈസിലി ക്വാളിഫൈ ചെയ്യാൻ കഴിയും. 5 മത്സരങ്ങൾ വിജയിച്ചാൽ പോലും അവർക്ക് 16 പോയിന്റ് ലഭിക്കും. പക്ഷേ ഇനിയും 2 കളികൾ പരാജയപ്പെടുകയാണെങ്കിൽ, അതായത് ബാക്കിയുള്ള 6 കളികളിൽ 4 ഈ രണ്ട് ടീമുകളും വിജയിക്കുന്നതെങ്കിൽ മറ്റുള്ള ടീമുകളുടെ റിസൾട്ടിനെയൊക്കെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരികയും ചെയ്യും. സോ ഒട്ടും എളുപ്പമല്ല ഈ രണ്ട് ടീമുകൾക്കും ഇനി മുമ്പോട്ട് പോകാൻ. പോയിന്റ് പട്ടികയിൽ 5ാമതുള്ള GTയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് കളിച്ച 8 കളികളിൽ നിന്ന് 8 പോയിന്റാണുള്ളത്. ഇനിയും 6 കളികൾ ബാക്കിയുണ്ട്. അതിൽ 4 വിജയിച്ചാൽ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിന് 16 പോയിന്റുകൾ ലഭിക്കും. പോയിന്റ് ടേബിളിൽ 3ാമതും 4ാമതും നിൽക്കുന്ന SRHലേക്കും RRലേക്കും വരികയാണെങ്കിൽ ഈ രണ്ട് ടീമുകൾക്കും കളിച്ച 8 കളികളിൽ നിന്ന് 10 പോയിന്റാണുള്ളത്. SRH ഇപ്പോൾ തകർപ്പൻ കംബാക്ക് നടത്തിയ ആത്മവിശ്വാസത്തിലാണുള്ളത്. പക്ഷേ രാജസ്ഥാൻ റോയൽസ് ഈ ഒരു സീസണിന്റെ തുടക്കത്തിൽ ഗംഭീരമായിട്ടാണ് തുടങ്ങിയതെങ്കിൽ കൂടി പിന്നീട് അതത്ര കൺസിസ്റ്റന്റ് ആയിട്ട് അവർക്ക് നിലനിർത്താൻ കഴിയാതെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ രണ്ട് ടീമുകൾക്കും ബാക്കിയുള്ള 6 കളികളിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 എണ്ണത്തിലെങ്കിലും വിജയിച്ചാൽ 16 പോയിന്റ് ലഭിക്കും. 4 എണ്ണം വിജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാനും കഴിയും. യെസ്, ഇനി ഈ ഒരു പോയിന്റ് ടേബിളിൽ ആദ്യ 2 സ്ഥാനത്ത് നിൽക്കുന്ന ടീമുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് ടീമുകളും ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു. അത്രയും ഭീകരമായിട്ടുള്ള ഒരു സസ്പെൻസ് ഒന്നും ഇനി നടന്നിട്ടില്ലെങ്കിൽ ഈ രണ്ട് ടീമുകളും വളരെ എളുപ്പത്തിൽ അനായാസം പ്ലേ ഓഫിലേക്ക് കടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പഞ്ചാബിന് ഇനി 2 കളികൾ വിജയിച്ചാൽ തന്നെ 17 പോയിന്റുകളാവും. ഇനി 7 കളികൾ ബാക്കിയുണ്ടെന്നുള്ള കാര്യവും മറക്കേണ്ടതില്ല. RCBയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഇനി ഒരു 2-3 വിജയങ്ങൾ സ്വന്തമാക്കിയാൽ തന്നെ ഒഫീഷ്യലായിട്ട് അവർക്കും പ്ലേ ഓഫിലേക്ക് എത്താം. ഇനി ടോപ്പ് 2വിൽ ഈ രണ്ട് ടീമുകളും എത്തുമെന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഈ പോക്ക് പോവുകയാണെങ്കിൽ ക്വാളിഫയറിൽ കളിക്കാനും ഈ രണ്ട് ടീമുകളും വലിയ സാധ്യതയുണ്ട്. അതെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.